മലക്കുകൾ കടന്നു വരാനുള്ള ഒന്നാമത്തെ വഴി അള്ളാഹിനെ കുറിച്ച് പറയുന്ന വീട്, അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന വീട്. 2 നിസ്കരിക്കുന്ന വീട്. ഇങ്ങോട്ട് നോക്ക്, 2 നിസ്കരിക്കുന്ന വീട്, 3 ഖുർആൻ പാരായണം ചെയ്യുന്ന വീട്. അപ്പൊ അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്ന വീടിതാ. ഇനി മലക്കുകൾ വരണമെങ്കിൽ നിന്റെ വീട് സൗകര്യപ്പെടുത്തണം. എല്ലാ വീട്ടിലും മലക്ക് വരൂല. അള്ളാഹുവിന്റെ മലക്കുകൾ എല്ലാവരും നിന്റെ വീട്ടിലേക്ക്, എല്ലാ വീടുകളിലേക്കും കടന്നു വരൂല. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അന്നബി ത്വൽഹ റളിയല്ലാഹു തആല അൻഹു അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ യദ്ഖുൽ മലായികതു ബൈതൻ ഫീഹി കൽബുൻ വലാ സൂറാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് നിന്റെ വീട്ടിൽ വരാത്തതിന്റെ കാരണം പറയാ. നിന്റെ വീട്ടിലേക്ക് എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് കടന്നു വരാത്തതെന്നറിയുമോ? താടിയുള്ള, തഴമ്പുള്ള, തൊപ്പിയുള്ള, നിസ്കാരമുള്ള ഓരോ മനുഷ്യന്റെയും വീടിന്റെ അകത്ത് റഹ്മത്തിന്റെ മാലാഖമാര് വരുന്നില്ല. സമാധാനമില്ല. സദഖ കൊടുത്തിട്ടും നിസ്കരിച്ചിട്ടും ഖുർആൻ ഓതിയിട്ടും പടച്ചവനെ എന്തൊക്കെ നന്മ ചെയ്തിട്ടും നിന്റെ വീടിന്റെ അകത്ത് റഹ്മത്തില്ലേ, സമാധാനമില്ലേ? അതിന്റെ കാരണം അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ. മഹാനായ സയ്യിദുനാ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, അബൂ തൽഹ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹുവേ, 2 വീടുകളിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. നിസ്കരിക്കാറുണ്ട്, ഖുർആൻ ഓതാറുണ്ട്, പള്ളി കെട്ടാൻ പൈസ കൊടുക്കാറുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും നടക്കാറുണ്ട്. പക്ഷെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സമാധാനമില്ല. അതിന്റെ കാരണം നിന്റെ വീട്ടിലേക്ക് 2 കാര്യങ്ങൾ നിന്റെ വീട്ടിലുണ്ടെങ്കിലും മലക്കുകൾ വരൂല. നിന്റെ വീട്ടിലേക്കും മലക്കു വരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പട്ടിയെ ഏത് വീട്ടിലാണോ വളർത്തുന്നത്, പട്ടിയെ വളർത്തുന്ന വീട്ടിലേക്കും മലക്കുകൾ കടന്നു വരൂല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ പിന്നെ പട്ടിയൊന്നും വളർത്തൂല, മുസ്ലിമീങ്ങളല്ലേ. നമ്മൾ പട്ടിയെ വളർത്താത്തവരാ, പോകട്ടെ, പൂച്ചയല്ലേ വളർത്തുന്നുള്ളൂ, പോട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിരിക്കണ എന്താ? ഈ അടുത്തൊരു വീട്ടിൽ പോയപ്പോ ഒരു സാധനം ഇങ്ങനെ കിടക്കണം. റബ്ബേ, എവിടെ? ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ പോയപ്പോ ഇങ്ങനെ കിടക്ക, ഞാൻ ഇങ്ങനെ നോക്കി, എന്താ അല്ല കിടക്കണം? ഒരു പൂച്ച. ഉസ്താദേ, 30,000 രൂപയാണ്. സുബ്ഹാനല്ലാഹ്, 30,000 രൂപയുടെ പൂച്ച, മീശയും ഉള്ള വലിയ പൂച്ച. എഴുന്നേറ്റ് വരുമ്പോ കാണാൻ എന്ത് രസം. ആ വീട്ടില് പെൺകുട്ടി വന്നിട്ട് അതിനിങ്ങനെ പൊക്കിയെടുത്ത് ഇങ്ങനെ ഓളത്ത് വെച്ചുകൊണ്ട് പോവാ. പടച്ചവനെ എന്നരിച്ചേക്ക്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവൾ അതുപോലെ അവളുടെ കുഞ്ഞിനെ എടുത്തിരുന്നെങ്കിൽ എന്നേ നന്നായേനെ. ആ പൂച്ചയെടുത്തുകൊണ്ട് വണ്ടിയിലൊക്കെ പോകുമ്പോ കണ്ടിട്ടില്ലേ, കുപ്പിപ്പാല് കൊടുക്കണില്ലേ? ആ പൂച്ചയെ സ്നേഹിക്കുന്നത് പോലെ സ്വന്തം മക്കളെ സ്നേഹിച്ചാൽ മതിയായി. ഇന്ന് കൊച്ചു കുട്ടികൾക്ക് പൂച്ച മതി. അവസാനം അതാ അള്ളുന്നത് പലപ്പോഴും കയറിയിട്ട്. പൂച്ചയുടെ സ്വഭാവമാകാതിരുന്നാൽ മതി. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലെ, ഇത് ചോദിക്കുമ്പോ പറയും, ഉസ്താദെ പൂച്ച. ഞാൻ പറഞ്ഞു മടുത്തു അതിനെ കുറിച്ചൊക്കെ. പൂച്ചയെ നബി സ്നേഹിച്ചിട്ടുണ്ടല്ലോ. പൂച്ച വീട്ടിൽ വന്ന ആട്ടി ഓടിക്കരുത്. പൂച്ച വീട്ടിൽ വന്ന ആട്ടി ഓടിക്കാൻ പാടുണ്ടോ? ആട്ടി ഓടിക്കാൻ പാടില്ലാത്ത ജീവിയാ പൂച്ച. എത്ര പേരെ എടാ പൂച്ചയെ ആട്ടി ഓടിക്കരുതെന്ന് പറഞ്ഞാൽ, പൂച്ച നിന്റെ വീടിന്റെ പുറകിലൊക്കെ ഇങ്ങനെ നടക്കണ പൂച്ചയില്ലേ, എന്തേ അതിനെ ആരും വീട്ടിൽ കയറ്റി വളർത്താത്ത? എന്താ? നബി പൂച്ചയെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിന്റെ വീടിന്റെ പരിസരത്ത് 5ഉം 6ഉം വെച്ച് കിടക്കണ പൂച്ച എന്താ നീ വളർത്താത്ത? ഈ പൈസ കൊടുക്കുന്ന പൂച്ച, പൈസ കൊടുത്ത് 10,000ഉം 20,000ഉം കൊടുത്തു മേടിക്കുന്ന പൂച്ചയെ മാത്രമേ വളർത്താൻ പാടുള്ളൂ. ഈ പാവങ്ങൾ മാർക്കറ്റിലൊക്കെ നാസറിനെ നടക്കണ പൂച്ചകളില്ലേ, എന്തേ വളർത്താത്ത? എന്താ നാസറിനെ? എടാ, നിങ്ങളുടെ കടയിൽ എവിടെയൊക്കെ ആ പൂച്ച എന്താ വളർത്താത്ത? അത് വീടിനകത്ത് കയറ്റാൻ പറ്റില്ല. അത് പറഞ്ഞ അനുസരിക്കാത്ത പൂച്ച. അത് തന്നെ
എല്ലാ വീട്ടിലും ഇപ്പൊ പൂച്ചയെ വളർത്തൽ. എന്താ വലിയ താടിയുള്ള ഹാജിയുടെ വീട്ടിലും പൂച്ചയെ വളർത്തല. എടാ, നിന്റെ വീടിന്റെ പരിസരത്ത് വന്ന് വല്ലപ്പോഴും കഴിക്കാൻ വരുന്ന പൂച്ചയ്ക്ക് നീ ഭക്ഷണം കൊടുക്ക്, നീ അതിനെ ആട്ടി ഓടിക്കല്ലേ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതിനെ നീ വീടിന്റെ ബെഡ്റൂമിനകത്ത് കയറ്റാറില്ല, അതിന് കൂടില്ല, അതിനെ കണ്ടാ ഓടിക്കും. പൈസ കൊടുത്ത് മേടിച്ചതിന് കൂടും ഫാനും പ്രത്യേക ഭക്ഷണവും. ചിന്തിച്ചു നോക്ക്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പട്ടിയെ വളർത്തുന്ന വീട്. 2, നിങ്ങളുടെ ആരുടെയും വീട്ടിൽ പട്ടിയില്ല, ഞാൻ സമ്മതിച്ചു. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു രൂപങ്ങളുള്ള വീട്. രൂപങ്ങളുള്ള വീട്. ഫോട്ടോ ഉണ്ടാക്കിയിട്ട് കല്യാണ ഫോട്ടോ തൂക്കിയിട്ടിരിക്കുക വീടിനകത്ത്. മക്കളുടെ ഫോട്ടോ ഇങ്ങനെ നിൽക്കുന്നതും അങ്ങനെ നിൽക്കുന്നതും ഫോട്ടോ എവിടെ? വീടിന്റെ അകത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ജീവനുള്ളവയുടെ ചിത്രങ്ങളുണ്ടല്ലോ, ജീവനുള്ളവയുടെ ചിത്രങ്ങളുണ്ടല്ലോ, ഏത് വീട്ടിലാണോ വെച്ചിരിക്കുന്നത് അവിടെ മലക്കുകൾ കടന്നു വരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. ആരുടെ ചിത്രമാകട്ടെ, നിന്റെ വാപ്പയുടേതാകട്ടെ, നിന്റെ ഉമ്മയുടേതാകട്ടെ, നിന്റെയും നിന്റെ ഭാര്യയുടേതാകട്ടെ, നിന്റെ മക്കളുടേതാകട്ടെ, പടച്ചവനെ ഏതെങ്കിലും ഒരു ജീവിയുടേതാകട്ടെ, രൂപങ്ങൾ, ജീവനുള്ള വസ്തുവിന്റെ രൂപങ്ങൾ നിന്റെ വീടിനകത്ത് വെച്ചാ റഹ്മത്തിന്റെ മാലാകമാര് കടന്നു വരില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇനി അത് ഏത് കൊലകൊമ്പന്റെ ആണെങ്കിലും മലക്കുകൾ കടന്നു വരൂല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. തെളിവ് ഞാൻ പറഞ്ഞു തരാം. അന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹാ അന്നഹാ ഖാലത്ത് വഅദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം في ساعة يأتيه فيها فجاءت تلك الساعة ولم يأتي وفي يده عصا فألقاها من يده وقال ما يخلف الله وعده ولا رسله ثم استقل ثم اطفل فإذا جرء قلب تحت سريري فقال يا عائشة متى دخل هذا القلب ها هنا فقلت والله ما دريت فأمر به فأخرج فجاء جبريل فقال رسول الله صلى الله عليه وسلم واعتدني فجلست لك. ചരിത്രം പറഞ്ഞു തരാം. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ വഹിയുമായിട്ട് ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇന്ന സമയത്ത് ജിബ്രീൽ വരുമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം വന്നില്ല. വരേണ്ട സമയമായിട്ടും അവിടുന്ന് കാണുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വരാമെന്ന് പറഞ്ഞതാ, കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെ അത്ഭുതമായി വാഗ്ദാനം നൽകിയ സമയത്തും എത്തിച്ചേർന്നില്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് ഞാൻ ഇന്ന സമയത്ത് വരുമെന്ന് വാഗ്ദാനം ചെയ്തു, പക്ഷെ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കയ്യിലിരുന്ന ഒരു വടിയുണ്ടായിരുന്നു. മുത്തുനബിയുടെ കയ്യിലൊരു വടിയുണ്ടായിരുന്നു. ആ വടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്ത് എറിഞ്ഞു. ജിബ്രീലിനെ കാണാതെ വന്നപ്പോ, വരുമെന്ന് പറഞ്ഞ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരാതെ ഇരുന്നപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കയ്യിലിരുന്ന വടിയെടുത്ത് എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ, അല്ലാഹുവിന്റെ ദൂതന്മാരെ ഇതുവരെ അവരുടെ വാഗ്ദാനം ലംഘിച്ചിട്ടില്ലല്ലോ. കറക്റ്റ് വരുമെന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് ജിബ്രീൽ വരാറുണ്ട്. ഇന്ന് എന്തേ അല്ലാഹ് വാഗ്ദാനം ലംഘിച്ചു കളഞ്ഞത്? അല്ലാഹുവേ, അവിടെ നിന്ന് വന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്റെ വയ്യിലിരുന്ന വടി പോലും മുത്തുനബി എടുത്തെറിഞ്ഞു. അപ്പോഴാണ് തന്റെ കട്ടിലിന്റെ അടിയിൽ ഒരു നായക്കുട്ടി ഇരിക്കുന്നത് കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ കട്ടിലിനടിയിൽ ഒരു പട്ടിക്കുട്ടി ഇങ്ങനെ ഇരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് കാണേണ്ട താമസം അവിടെ നിന്ന് ചോദിച്ചു, ആയിഷ, അല്ലയോ ആയിഷ, ഈ നായ ഇവിടെ ഇരിക്കണ നീ കണ്ടില്ലേ? ഈ നായ ഈ വീടിനകത്ത് കയറി ഇരിക്കുന്നത് കണ്ടില്ലേ? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അല്ലാഹുവാണ് സത്യം, ഞാൻ അറിഞ്ഞില്ല നബിയേ. നബിയേ, ഞാൻ അറിഞ്ഞില്ല നബിയേ. ഞാൻ
ഞാൻ കൊണ്ടുവച്ചതല്ല, ഇവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല നബിയേ. അപ്പോഴാണ് അല്ലാഹുവേ ആയിഷ ബീവി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അതിനവിടെ നിന്ന് ആട്ടിയിറക്കുകയാണ്. ആ വീടിന്റെ കട്ടിലിനടിയിലിരുന്ന നായ പടന്ന് പുറത്താക്കുകയാണ്. അതിനെ പുറത്തിറക്കിയതിനു ശേഷമാണ് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് ജിബ്രീൽ കടന്നു വരികയാ. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുന്ന് പറയുകയാണ്, ഞാൻ കാത്തിരിക്കുകയായിരുന്നു ജിബ്രീൽ, എന്നാൽ താങ്കൾ വന്നില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, താങ്കളുടെ വീടിനകത്തുണ്ടായിരുന്ന നായ എന്നത് താങ്കളിലേക്ക് എത്തിക്കുന്നതിനെ തടഞ്ഞു നബിയേ. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, നിശ്ചയമായും മലക്കുകൾ നായുള്ള വീട്ടിലും ചിത്രങ്ങളുള്ള വീടുകളിൽ പ്രവേശിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം വരാമെന്ന് പറഞ്ഞ സമയത്ത് വരുന്നില്ല. പ്രവാചകൻ നോക്കിയിരുന്നിട്ട് ദേഷ്യം കൊണ്ട് തന്റെ കയ്യിലിരുന്ന വടിയെടുത്ത് വലിച്ചെറിഞ്ഞിട്ട്, അല്ലാഹുവേ, നിന്റെ അടിമകൾ അല്ലാഹു അവിടെ നിന്ന് പറയുന്ന വാക്ക് ലംഘിക്കാറില്ലല്ലോ, എന്തുകൊണ്ട് വന്നില്ല എന്ന് പറഞ്ഞു നോക്കുമ്പോഴാ കട്ടിലിനടിയിൽ ഒന്ന് പതുങ്ങിയിരിക്കുന്ന ഒരു പട്ടിയിരിക്കുക. ആ പട്ടി അപ്പോഴാ പറഞ്ഞു കൊടുത്തത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, മലക്കുകൾ കടന്നു വരാത്ത വീടാണ് നായുള്ള വീട്, ചിത്രങ്ങളുള്ള വീട്. എല്ലാവരും ഞങ്ങളൊക്കെ വഴുതിന് പോകുമ്പോൾ എല്ലാവരും ഞങ്ങളെ ബഹുമാനിക്കും. മംഗലാപുരത്തൊക്കെ പോകുമ്പോഴാണ് കൂടുതലും. അതിനകത്ത് ഇങ്ങനെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ നമ്മുടെ ഫോട്ടോ ഉണ്ടാവും. സത്യം പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്നിട്ട് മോൻ്റെ പേന എടുത്തിട്ട് ഉരച്ച് നമ്മൾ തന്നെ നമ്മുടെ മുഖം മറയ്ക്കേണ്ട ഗതികേടാണ്. കിട്ടിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ മുകളിൽ കയറുമ്പോൾ കാണാൻ അലമാരിക്കകത്ത് ഫോട്ടോ മറച്ചു വെക്കുന്നൊരവസ്ഥ. കാരണം എന്തേ? മലക്കുകൾ വരൂല, മലക്കുകൾ കടന്നു വരൂല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഹദീസ് നിങ്ങൾ നോക്ക്. എങ്ങനെയാണ് രൂപങ്ങളുള്ള വീട്ടിൽ മലക്കുകൾ വരാത്തതിന്റെ തെളിവ് വേണോ? അല്ലാഹുവേ, അന്നബീഹി അന്നഹു സമിഅ ആയിഷ تقول دخل علي رسول الله صلى الله عليه وسلم وقد سترته صهوة لي بكرام فيه تماثيل فلما راه يا عائشة أشد الناس عذابا عند الله يوم القيامة الذي يضاهون بخلق الله. قالت عائشة فقطعناه فجعلنا منه وسادة أو وسادتين. സംഭവങ്ങളൂടെ പടമൊക്കെ വരയ്ക്കണവർ കേട്ടോ, പടങ്ങളൊക്കെ വരയ്ക്കണവരുണ്ടല്ലോ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, ഒരിക്കൽ എൻ്റെ വീട്ടിൽ പ്രവേശിച്ചു. എൻ്റെ വീട്ടിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവേശിച്ചു. രണ്ട് രൂപങ്ങളുള്ള ഒരു മറ കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ മറച്ചിരുന്നു. ജനലിൽ ഇങ്ങനെ മറച്ചിരിക്കുക ഒരു മറ, അതിനകത്ത് രണ്ട് രൂപങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോൾ പ്രവാചകന്റെ മുഖമൊക്കെ ചുമന്നു, കോപം വരുമ്പോഴങ്ങനെ വരിക. ഇഷ്ടമില്ലാത്ത ഒരു കാര്യമുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം അങ്ങ് വല്ലാതെ ചുമന്നു തുടുക്കും. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, എൻ്റെ വീട്ടിലേക്ക് വന്ന പ്രവാചകന്റെ മുഖമൊക്കെ ചുമന്നു തുടുത്തിട്ട് വീടിനകത്ത് കയറാതെ പ്രവാചകൻ തിരിച്ചുപോയി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ സങ്കടമായി. അല്ലയോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, കാരണമെന്തേ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ തൂക്കിയിട്ടിരുന്ന തുണിക്കകത്ത് രണ്ട് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. രണ്ട് എന്തോത്തിന്റെയോ രണ്ട് രൂപങ്ങൾ, രണ്ട് ചിത്രങ്ങൾ ആ തൂക്കിയിട്ടിരുന്ന തുണിക്കകത്തുണ്ടായിരുന്നു. മുത്തുനബിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞത് കണ്ടപ്പോൾ അതിന്റെ സ്ഥാനത്ത് നിന്നത് വലിച്ചു കീറാൻ പറഞ്ഞു ആയിഷ ബീവിയോട്. ആ രൂപങ്ങളുള്ളത് വലിച്ചു കീറാൻ പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലയോ ആയിഷ, എന്റെ ഉമ്മമാരെ, എന്റെ മുസ്ലിമേ,
പടം വരയ്ക്കുന്നവർ, ചിത്രങ്ങൾ വരയ്ക്കുന്നവർ, വരച്ച ചിത്രങ്ങൾ വീടിന്റെ അകത്ത് തൂക്കിയിടുന്നവർ, മൃഗങ്ങളുടെയും ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങൾ കൊണ്ട് നടക്കുന്നവർ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ആയിഷ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ അടുക്കൽ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കുന്നത് ഒരു ജനവിഭാഗമാണ്. ഒരു ജനവിഭാഗത്തിനാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കുന്നത്. അല്ലാഹുവിന്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തുന്നവരാ. അല്ലാഹുവേ എന്ന് പറഞ്ഞാൽ ചിത്രങ്ങൾ വരയ്ക്കുന്നവരുണ്ടല്ലോ, രൂപങ്ങൾ വരയ്ക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്കാണ് നാളെ കഠിന ശിക്ഷ കിട്ടുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, പടച്ചവനെ, അത് മുറിച്ച് കളഞ്ഞതിന് ശേഷമാണ് മുത്തുനബി വീടിനകത്ത് കേറിയത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ആ രൂപങ്ങൾ, ആ ചിത്രങ്ങളുള്ള തുണി ഞാൻ മുറിച്ചു കളഞ്ഞതിന് ശേഷമാ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് കയറിയത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, തുണിക്കകത്ത്, ഇന്നത്തെ തുണിയൊക്കെ നോക്കിയ ബെഡ്റൂമിനകത്ത് വിരിച്ചിട്ടിരിക്കുന്ന, കട്ടിലിന്റെ മുകളിൽ വിരിച്ചിട്ടിരിക്കുന്ന തത്തമ്മ പറക്കുന്നത് കാണാം, അല്ലേ? എന്താ റഫീഖ? പല നമ്മുടെ വീട്ടിൽ വിരിച്ചിട്ടിരിക്കുന്ന വിരിപ്പിന്റെ മുകളിൽ പോലും കിളികൾ, എന്നിട്ട് പറയാ റഹ്മത്തിന്റെ മലക്ക് വരണം. വാതിലിന്റെ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന കറ്റനകത്ത് പറവ പറക്കുന്നുണ്ട്, പൂച്ച ഇരിക്കുന്നുണ്ട്, ഇല്ലേ? ഇതൊക്കെ വെച്ചിട്ട് പറയാ മലക്കുകൾ വരണോന്ന്. വരും, അസ്റായിൽ വരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആര് വരും? അസ്റായിലിന് ഇതുവല്ലം തടയോ? പട്ടിയല്ല, പന്നിയല്ല, ഇനി എന്തുണ്ടെങ്കിൽ ആ ചങ്ങാതി കയറി വരും. അള്ളാഹു നല്ല അവസ്ഥയിൽ കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ വീടിനകത്ത് തൂക്കിയിട്ടിരുന്ന തുണിക്കകത്ത് പോലും ഒരു ചിത്രം കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂല് വീടിനകത്ത് കയറിയില്ല. മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വീട്ടിലേക്ക് ഇറങ്ങി വന്നില്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടിനകത്ത് പോയിട്ട് തെരഞ്ഞു നോക്ക്, കയറുമ്പോഴേ കാണാം പടച്ചവൻ ഇങ്ങനെ അലമാരിക്കകത്ത് ഇങ്ങനെ വെച്ചിരിക്കുക, സെൽഫിക്കകത്ത്, വീടിനകത്ത്, റൂമിനകത്ത് കല്യാണ ഫോട്ടോ, ആ ഫോട്ടോ, ഈ ഫോട്ടോ, ഇങ്ങനെ നിൽക്കുന്നത്. അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ ഫോട്ടോ തന്നെയല്ലേ എല്ലാ ദിവസവും ഇതാ അൻസാരി തന്നെ രാവിലെ ഇറങ്ങുമ്പോൾ സ്വന്തം ചിത്രം കാണാൻ വേണ്ടി വീട്ടിൽ ഇങ്ങനെ വരച്ചിട്ട് അതും കണ്ടിട്ട് ഇറങ്ങിപ്പോയ വറക്കത്തുണ്ട്. നമ്മുടെ മോൻ തന്നെ കണ്ടിട്ട് ഇതിനാ ഫോണിൽ തന്നെ ഒരുപാട് ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ഗ്യാലറിക്കകത്തെങ്കിലും സ്ഥലമില്ല. ഇങ്ങനെ നിന്നതും അങ്ങനെ ചാടുന്നതൊക്കെ എടുത്ത് നിറച്ചു വെച്ചിട്ട്, എൻ്റെ പ്രിയപ്പെട്ടവർ, ഇനി നമ്മുടെ വീടിനകത്തുകൂടെ ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും പല വീടുകളിലും ഫോട്ടോകൾ കാണാൻ. വേണ്ട സഹോദര, അള്ളാഹിന്റെ റഹ്മത്തിന്റെ മലക്ക് നിന്റെ വീട്ടിലില്ലെങ്കിൽ ഈ ഫോട്ടോ കൊണ്ട് എന്ത് നേട്ടമാവുള്ളത്? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ വീട്ടുപകരണങ്ങൾ, സംഗീത വസ്തുക്കളൊക്കെ വീടിനകത്ത് വെക്കുക. മറ്റുള്ള സാധനങ്ങൾ അറിയാലോ, ചെണ്ടമേളങ്ങളും മറ്റുള്ള സാധനങ്ങളും. ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂന അൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, സംഗീത ഉപകരണങ്ങളും പുരുഷന്മാർക്കും പാട്ടുപാടുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ വീടിനകത്ത് വെക്കുക. ആ വീട്ടിൽ റഹ്മത്തിന്റെ മാലാഖമാര് കടന്നു വരൂല. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീടിനകത്ത് വെക്കുക, സൂക്ഷിക്കുക. അങ്ങനെയുള്ള വസ്തുക്കൾ, സംഗീത ഉപകരണങ്ങൾ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യകൂനന്ന ഫീ ഹാദിഹി ഉമ്മത്തുൻ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, എൻ്റെ ഉമ്മത്തിൽ ഭൂമിയിലേക്ക് ആഴ്ത്തുന്ന ശിക്ഷയും ചരൽ വർഷവും രൂപമാറ്റവും വന്നു ഭവിക്കും. അത് അവ കള്ളു കുടിക്കുകയും പാട്ടുകാരികളെ കൊണ്ട് നടക്കുകയും അതുപോലെയുള്ള ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന കാലത്ത് ഇങ്ങനെയുള്ള ശിക്ഷകൾ കടന്നു വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളുടെ വീടുകൾ കഷ്ടപ്പെട്ട് രക്തം വിയർപ്പാക്കി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് വീടുണ്ടാക്കിയിട്ട് സമാധാനമില്ല ഉസ്താദ്, സന്തോഷമില്ല ഉസ്താദ്, തമ്മിലടിയാണ് ഉസ്താദ്, ഐശ്വര്യമില്ല ഉസ്താദ്, ബറക്കത്തില്ല ഉസ്താദ്, എന്ത് കിട്ടിയിട്ടും തികയുന്നില്ല ഉസ്താദ് എന്ന് പരാതി പറയുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, റഹ്മത്തിന്റെ മാലാഖമാര് നിന്റെ വീടിനകത്ത് കടന്നു വരണോ? ഐശ്വര്യം വേണോ? സമാധാനം വേണോ? ബറക്കത്ത് വേണോ? സന്തോഷം വേണോ? അതിനുള്ള വഴിയാണ് അല്ലാഹുവിന്റെ റസൂൽ അവിടെ പറയുന്നത്.
അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, നിങ്ങൾ വീടിനകത്ത് അല്ലാഹുവിനെ കുറിച്ച് പറയൂ, ദിക്റുകൾ പറയുന്ന വീടാകണം, തസ്ബീഹ് പറയുന്ന വീടാകണം. വൈകുന്നേരമായ പണ്ടൊക്കെ മഗ്രിബ് നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പുള്ള സമയം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലദീ വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. മഗ്രിബ് നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പുള്ള സമയത്ത് വീടിനകത്തിരുന്നിട്ട് പള്ളിക്കകത്തിരുന്ന തസ്ബീഹ് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ ദിക്റ് പറയുന്ന വീടുകളുണ്ടായിരുന്നു. അവിടെയാണ് റഹ്മത്തിന്റെ മാലാഖമാര കടന്നു വന്നത്. അവിടെയാണ് പടച്ചവനെ കൊട്ടാരം പോലെ വീടില്ലെങ്കിലും ചോർന്നൊലിക്കുന്ന ഓലഷെഡിനകത്ത് സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി അവർ ജീവിച്ചിരുന്നത്. അവർക്ക് തിന്നാൻ മട്ടൻ മന്തിയില്ലായിരുന്നു. പടച്ചവനെ അറബി ഫുഡുകൾ ഉണ്ടായിരുന്നു. കഞ്ഞിയും ചോറും പഴങ്കഞ്ഞിയും ചമ്മന്തിയും കപ്പയും തിന്നുകൊണ്ട് പടച്ചവനെ അവരൊക്കെ സന്തോഷത്തോടെ ജീവിച്ചതിന്റെ കാരണം എന്തെന്നറിയോ? പടച്ചവനെ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, ഇന്ന് ഞാനും എന്റെ ഭാര്യയും തമ്മിലടിയാണ്. പടച്ചവനെ ഭാര്യയും മക്കളും ഭാര്യയും ഭർത്താവും ഇന്ന് തമ്മിലടിയാണ്. എങ്കിലും നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, 60-70 കൊല്ലം ജീവിച്ചിരുന്ന നിന്റെ ഉപ്പ എന്നെങ്കിലും നിന്റെ ഉമ്മയെ തല്ലുന്നത് കണ്ടിട്ടുണ്ടോ? ചീത്ത വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഉമ്മാനെ കണ്ണുനീര് പിടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ? വാപ്പയെ അനുസരിക്കാതെ ഉമ്മ എവിടെങ്കിലും ഇറങ്ങി പോകുന്നത് കണ്ടിട്ടുണ്ടോ? അല്ലാഹുവേ, എന്തൊരു സ്നേഹമാ! പരസ്പരം വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ മരിക്കുന്ന കാലം വരെ അവരൊരു കുടക്കീഴിൽ കിടക്കുന്നത് പോലെ ഒരു പുതപ്പിന്റെ കീഴിൽ സന്തോഷത്തോടെ ഉള്ളത് തിന്ന് സുഖിച്ച് നടന്നത്, അവരുടെ മനസ്സിൽ സ്നേഹമുണ്ടായത്. എന്റെ പ്രിയപ്പെട്ടവരെ, അവർ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചത് കൊണ്ടാ. അതുകൊണ്ട് നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ ദിക്റുകൾ നിന്റെ വീടിനകത്ത് പറയ്, പരിശുദ്ധമായ ഖുർആനോദ്. എന്റെ പ്രിയപ്പെട്ടവരെ, സുന്നത്ത് നമസ്കാരങ്ങൾ നിസ്കരിക്ക്. പെണ്ണുങ്ങളോട് ഫർള് നമസ്കരിക്കാൻ നിങ്ങളുടെ വീടിന്റെ അകത്ത് നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് കടന്നു വരാൻ എല്ലാ സൗകര്യങ്ങളും നീ ചെയ്തു കൊടുക്ക്. മൃഗങ്ങളെ, പട്ടി, അല്ലാഹുവേ, ഇങ്ങനെയുള്ള ജീവികളെ നിന്റെ വീട്ടിൽ നിന്ന് മാറ്റ്. വീടിനകത്ത് വെച്ചിരിക്കുന്ന രൂപങ്ങളെ മാറ്റിക്കൊടുക്ക്. എന്നിട്ട് മലക്കുകളെ നിന്റെ വീട്ടിലേക്ക് വിളിച്ചിറക്ക്. സന്തോഷവും സമാധാനവുമുള്ള ഒരു ഭവനമെത്ത് നൽകണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സ്വർഗത്തിന്റെ റാണിയായ മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചരൽക്കല്ലുകൾ നിരത്തി വെച്ചിരുന്ന ഒരു റൂമിന്റെ അകത്ത് ഒരു തോല് വിരിച്ചിട്ടാണ് അവര് മണിയറ അതായിരുന്നു എന്ന് ചരിത്രം പറയുകയാ. കടക്കാനൊരു വിരിപ്പില്ല, ഒരു പായില്ല. ചരൽക്കല്ലുകളുടെ മുകളിലാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മകള് കടന്നുറങ്ങിയത്. ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ എന്തൊരു സന്തോഷമായിരുന്നെന്നറിയോ? തമ്മിലടിയും വഴക്കവും പിണക്കവും ഒന്നുമില്ലാതെ പടച്ചവരെ സന്തോഷത്തോടെ ജീവിച്ചു. അവസാനം പ്രിയപ്പെട്ട ഭർത്താവിനോട് പൊരുത്തം ചോദിച്ചിട്ടല്ലേ ഫാത്തിമ പോയത്. ആയിഷ ബീബിയുടെ ചരിത്രം അറിയുമല്ലോ, ഖദീജ ബീബിയുടെ ചരിത്രം അറിയുമല്ലോ, റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാരുടെ ചരിത്രം അറിയുമല്ലോ. ആ സ്വഹാബിയും സ്വഹാബി വനിതകളും ജീവിച്ചതുപോലെ എന്റെ പ്രിയപ്പെട്ടവര് അവരൊക്കെ ജീവിച്ചതുപോലെ ജീവിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ മലക്ക് കടന്നു വരണമല്ലോ, റബ്ബിന്റെ സഹായം വേണമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ നിന്റെ വീടിനകത്ത് ചെയ്താ അല്ലാഹുവിന്റെ സഹായം വരികയാ, ബറക്കത്തുണ്ടാവുകയാ. വീടിനകത്ത് തൂക്കിയിട്ടിരിക്കുന്ന ചിത്രങ്ങൾ മുഴുവനും പറക്കിക്കളമോനെ. അത് എത്ര വലിയ രൂപമാകട്ടെ, ആരുടെ രൂപമാകട്ടെ, ഒരാളുടെയും
രൂപം നമ്മുടെ വീടിന്റെ അകത്ത് വെക്കാൻ പാടില്ലല്ലോ. അത് പണ്ഡിതനാകണമെങ്കിലും എത്ര വലിയ മഹാനാണെങ്കിലും വീടിന്റെ അകത്ത് വെക്കാൻ പാടില്ലല്ലോ. അവന് പടച്ചവനെ ഒരു ചിത്രത്തിലല്ല, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറയിലാ. ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത, ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നത് രൂപം കണ്ടിട്ടല്ല. ഹൃദയത്തിനകത്ത് കേറിയ രൂപം വേണ്ടല്ലോ. ഹൃദയത്തിന്റെ അകത്ത് കേറിയ പിന്നെ രൂപം എന്തിനാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബിയെ നമുക്ക് വല്ലാത്ത ഇഷ്ടമല്ലേ? പ്രവാചകന്റെ രൂപം നമുക്കറിയില്ല, മുത്തുനബിയുടെ ഫോട്ടോ നമ്മൾ കണ്ടിട്ടില്ല. എങ്ങനെയാണ് മുത്തുനബി ഇരിക്കുന്നതെന്ന് പഠിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ മുടി എങ്ങനെയാണ്, റസൂലുള്ളാഹി തങ്ങളുടെ നിറം എങ്ങനെയാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, മദ്രസയിൽ നിന്ന് പഠിച്ച അറിവല്ലേ ഉള്ളത്. കിതാബിലൂടെ അള്ളാന്റെ റസൂലിനെ കുറിച്ച് അവിടുത്തെ ഭാര്യമാർ, അവിടുത്തെ മക്കളും, അവിടുത്തെ സ്വഹാബത്തും വിവരിച്ചു തന്നത് മാത്രമല്ലേ നമുക്കറിയോ. എന്നിട്ട് നമ്മൾ സ്നേഹിക്കുന്നില്ലേ? അതുകൊണ്ട് വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ആരുടെയും ചിത്രങ്ങൾ നിന്റെ വീടിന്റെ അകത്ത് വെക്കല്ലേ. റഹ്മത്തിന്റെ മലക്കുകളെ തടയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് സമാധാനമുള്ള ജീവിതം വേണം, സന്തോഷമുള്ള ജീവിതം വേണം. അതുകൊണ്ട് ആദ്യം വേണ്ടത് സമാധാനമാണ്, സന്തോഷമാണ്. വീടിനെ കുറിച്ചാണ് പഠിച്ചത്. ഇനി എങ്ങനെയാണ് വീട് പണിയേണ്ടത്? ഒരാൾ വീട് പണിയുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം? വെറുതെ ചെയ്താൽ പോരാ, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് പഠിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മുടെ മക്കളെ ഇതൊക്കെ കണ്ടു പഠിക്കുക. ഓരോ മുസ്ലിം പെൺകുട്ടികളൊക്കെ ഇപ്പൊ മംഗലാപുരത്തൊരു പെണ്ണ് വീഡിയോ ഒക്കെ എടുത്ത് എന്താ പഠിച്ചവനല്ലേ, നമ്മുടെ മക്കളെ ഓടും, നമ്മുടെ മക്കൾ ഓടും. പക്ഷെ ആ പെൺകുട്ടി ചങ്കൂറ്റത്തോടു കൂടി നിന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. അതാണ് എനിക്ക് ആ പെണ്ണിന്റെ ഒരു വീഡിയോ കണ്ടപ്പോ പഴയ കാലത്തെ പെണ്ണുങ്ങളെ ഓർമ്മ വന്നു, പഴയ കാലത്തെ മഹദിമാരെ ഓർമ്മ വന്നു. അതാണ് ഇന്നത്തെ യുവത്വം. കള്ളും പെണ്ണും കണ്ടവന്റെ കൂടെ ഒളിച്ചോടുന്ന കാലഘട്ടത്തിൽ അള്ളാന്റെ ദീൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു അമുസ്ലിമിനെ കാണുമ്പോൾ ഇട്ടിരുന്ന ഫർദയും ഊരിക്കളഞ്ഞ് ഉപ്പാനെ ഉമ്മാനെയും ബാത്റൂമിനകത്ത് പൂട്ടിയിട്ടിട്ട് കണ്ടവന്റെ കൂടെ ഓടുന്ന കാലഘട്ടം. അള്ളാഹുവിന്റെ ദീൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള മക്കളുണ്ടല്ലോ. അള്ളാഹുവിന്റെ ദീനിനെ, അള്ളാന്റെ ദീനിന്റെ ശിആറുകളെ, നിയമങ്ങളെ പാലിക്കുന്ന മക്കൾ. അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് സുന്നത്ത് വീട്ടിൽ വെച്ച് നിസ്കരിക്കുക. സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുക. അത് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരുന്നു, ബാങ്ക് വിളിച്ചു, 2 റക്അത്ത് വീട്ടിൽ വെച്ച് നിസ്കരിച്ചിട്ട് വരുന്നു. അല്ലെങ്കിൽ പള്ളിയിൽ വന്ന് നിസ്കാരം കഴിഞ്ഞു വീട്ടിലേക്ക് പോയി, വീടടുത്താണെങ്കിൽ വീട്ടിലേക്ക് പോയി സുന്നത്ത് നിസ്കരിക്കുന്നു. ഇത് പിന്നെ വീട്ടിൽ പോയി നിസ്കരിക്കാത്തവനോട് ഇവിടെ നിസ്കരിച്ചാൽ നിസ്കരിച്ച് വീട്ടിൽ പോയി നിസ്കരിക്കാത്തവന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ ഞാൻ പറഞ്ഞത് തഹജ്ജുദ് സുബഹിക്ക് പള്ളിയിലേക്ക് വരാൻ എഴുന്നേൽക്കുന്ന നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചു വുളുവെടുത്ത് ദിക്റ് പറഞ്ഞു പള്ളിയിലേക്ക് വന്നാൽ ഓരോ ചുവട്ടിടിക്കും പ്രതിഫലം. അതാണ് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുന്ന വീട്, അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുന്ന വീട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ പെട്ടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഫർദല്ലാത്ത നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് മനുഷ്യർ തന്റെ വീട്ടിൽ വെച്ച് നിർവഹിക്കുന്ന നമസ്കാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലാ തജഅലൂ ബുയൂതകും മകാബിറാ ഇന്ന ശൈത്വാന യൻഫിറു ബി ബൈതിൻ അല്ലദീ തുഖറഉ ഫീഹി. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അപ്പോൾ ഒന്ന് ഫർളല്ലാത്ത നമസ്കാരങ്ങൾ
സുന്നത്തായ നമസ്കാരങ്ങൾ ഏത് വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നു, അള്ളാഹുവെ ആ നിസ്കാരം വല്ലാത്ത ഇഷ്ടമുള്ളതാണ്, ആ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ കടന്നു വരുമെന്ന് ഹദീസ് പഠിപ്പിക്കുന്നു. 2 അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന വീട്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, നിങ്ങൾ ആരും തന്നെ നിങ്ങളുടെ ഭവനങ്ങൾ ശ്മശാനങ്ങളാക്കരുത് എന്ന് പറഞ്ഞാൽ ഖബർസ്ഥാനാക്കരുത്. അയ്യത്ത് കൊണ്ടടക്കുന്ന സ്ഥലങ്ങളെ പോലെ നിങ്ങളുടെ വീട് നിങ്ങൾ ആക്കരുത്. നിശ്ചയം എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈതി അല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിശ്ചയം സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് പിശാച് അകന്നു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ ബഖറ ഏത് വീടിന്റെ അകത്ത് പാരായണം ചെയ്യുന്നു, പിശാച് ആ വീട്ടിൽ ഉണ്ടാകില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 1-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ബഖറ. ഏറ്റവും വലിയ സൂറത്ത്, ഏറ്റവും വലിയ സൂറത്ത്, 2.5 ജുസുബോളമുള്ള ആ സൂറത്തുൽ ബഖറ ഏത് വീടിന്റെ അകത്ത് പാരായണം ചെയ്യുന്നോ അവിടെ ഇബ്ലീസ് ഉണ്ടാകില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു യാസീൻ ഓതുന്നില്ല, പിന്നെ 2.5 ജുസുള്ള ബഖറ ഓതുക. എന്നിട്ടാണ് ഇങ്ങനെ നടക്കുക, ശൈത്താനെ ഇറക്കാനുള്ള വഴി തേടിയിട്ട്. ചാത്തനെ ഇറക്കാൻ എന്താ വഴി എന്ന് പറഞ്ഞ് നടക്കുക. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറ നിന്റെ വീടിനകത്തിരുന്ന ഏത് ചാത്തരും വെളിയിൽ ഇറങ്ങുന്ന നമ്മളോ അതില്ല, ഓതാൻ വയ്യാത്തത് കൊണ്ട് ഇങ്ങനെ നടക്കും. എവിടെങ്കിലും പോകുമ്പോൾ കുറച്ച് അത് ഇതൊക്കെ ചെയ്യണം. അപ്പോൾ ഉപ്പും കല്ലും എടുത്തിട്ട് തെക്ക് വടക്ക് നടന്നിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ നിന്റെ വീടിനകത്ത് പാരായണം ചെയ്യ്. നീ അത് പള്ളിപ്പറമ്പ് പോലെ ആക്കല്ലേ എന്ന് പറഞ്ഞ ഖുർആൻ ഓതാത്ത വീടിനെ കുറിച്ചായി പറഞ്ഞത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാത്ത വീടുകൾ എന്റെ പ്രിയപ്പെട്ടവരെ, അത് ശ്മശാനം പോലെയാ, അത് ശവപ്പറമ്പ് പോലെയാണ്, പള്ളിപ്പറമ്പ് പോലെയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാത്ത വീട്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, വീടുകളിൽ ഖുർആൻ പാരായണം നിങ്ങൾ പതിവാക്കണമെന്ന് ഈ ഹദീസ് പഠിപ്പിക്കുകയാ. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഖാല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, ഇന്ന അസ്ഫറൽ ബുയൂത അല്ലദീ അസ്ഫറ മിൻ കിതാബില്ലാഹ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഏറ്റവും ദാരിദ്ര്യമുള്ളവൻ ആരെന്നറിയുമോ? ഏറ്റവും ദരിദ്രമായ വീട് ഏതെന്നറിയുമോ? പണമില്ലാത്തവന്റെ വീടല്ല, കരണ്ടില്ലാത്തവന്റെ വീടല്ല, കഴിക്കാൻ ഭക്ഷണമില്ലാത്തവന്റെ വീടല്ല, പടച്ചവനെ പട്ടിണി കിടക്കുന്നവന്റെ വീടല്ല. ഏറ്റവും ദരിദ്രമായ വീട് ഏതെന്നറിയുമോ? മഹാനവറുകൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ ഇല്ലാത്ത വീടാ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഏറ്റവും ദരിദ്രൻ ആരെന്നറിയോ? പൈസ ഇല്ലാത്തവനോ തുണിയില്ലാത്തവനോ കേറിക്കിടക്കാൻ വീടില്ലാത്തവനോ അല്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഏത് വീട്ടിലില്ലയോ അവനാണ് ഏറ്റവും വലിയ ദരിദ്രൻ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഖുർആൻ പോലും ഇല്ലാത്ത വീടുകളില്ലേ? ഒരു ഖുർആൻ പോലും ഇല്ലാത്ത വീടുകൾ. മൗലിദ് കിതാബൊക്കെ തരയി അയൽവാസിയോട് ചോദിക്കൊണ്ടോന്ന്. എന്തെങ്കിലും ഒരു നേർച്ച വരുമ്പോൾ മൗലിദ് അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങുന്ന കാലം. ഒരു ഖുർആൻ ഇല്ലാത്ത പോലും വീടുകൾ അറിയാം. പരിശുദ്ധമായ ഖുർആൻ ഒരു പോലും സൂക്ഷിക്കാത്ത വീടുകൾ. എന്റെ പ്രിയപ്പെട്ടവരെ, അവനെക്കാരും വലിയ ദരിദ്രനില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മഹാനവറുകൾ അവിടെ നിന്ന് പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, വീടുകളിൽ വെച്ച് അള്ളാഹുവിന്റെ ബറക്കത്ത് കുറഞ്ഞത് പരിശുദ്ധമായ ഖുർആൻ നമ്മളുടെ വീടുകളിൽ ഉണ്ടാകണം. ഖുർആൻ പാരായണങ്ങൾ നമ്മുടെ വീടിന്റെ അകത്ത് വെച്ച് ചെയ്യണം. അങ്ങനെയുള്ള വീടുകളിൽ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാകില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം ഓതുന്ന വീട്ടിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ഖുർആൻ ഓതുന്ന ശൂന്യമായ വീടാണ് ഖുർആൻ ഓതാത്ത വീട്. ഏത് വീടിനകത്താണോ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നത് അവിടെ ബറക്കത്തുണ്ടാവുകയാണ്. പിശാചിന്റെ ശർറവിടന്ന് മാറുകയാണ്. റഹ്മത്തിന്റെ മാലാകമാരവിടന്ന് കടന്നു വരികയാണ്. അന്ന ഹദർ ഇബ്നു ഐനാൻ അൽ ഹനഫി റളിയല്ലാഹു തആല അൻഹു അന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല
തആല ഇന്നൽ ബൈത ലയത്തസിഅ അലാ അഹ്ലിഹി വതഹദുറുൽ മലായിക വതഹജുറു ശയാതീൻ വയക്സിറു ഖൈറഹു അയ്യുഖറഅ ഫീഹിൽ ഖുർആൻ വഇന്നൽ ബൈത ലയളീഖു അലാ അഹ്ലിഹി വതഹജുറുൽ മലായിക വതഹദുറു ശയാതീൻ വയഖില്ലുൽ ഖൈറാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു വീട്ടിലുള്ള ആളുകൾ വിശാലമാവുകയും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഏത് വീടിന്റെ അകത്താണോ പാരായണം ചെയ്യുന്നത് ആ വീട്ടുകാർക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യുകയാണ്, അവിടുന്ന് വിശാലത ചെയ്യുകയാണ്. മലക്കുകളുടെ സാന്നിധ്യം വീടിനകത്തേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് വീടിനകത്തേക്ക് കടന്നു വരുന്നു. മലക്കുകൾ കടന്നു വന്നാൽ പിന്നെ ശൈത്താനിന് അവിടെ കഴിയില്ലല്ലോ. മലക്കുകൾ കടന്നു വന്നാൽ പിശാചുകൾ അവിടെ അടിച്ചിറക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഐശ്വര്യം വർദ്ധിക്കുകയും ചെയ്യുകയാണ്. അല്ലാഹു അവർക്ക് ഐശ്വര്യം കൊടുക്കുകയാണ്. ഖുർആൻ പാരായണം ചെയ്യപ്പെടാത്ത വീടുണ്ടല്ലോ, ഒരു വീടിന്റെ അകത്ത് ജനങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ ഓതാതെ വന്നാൽ മലക്കുകൾ അവരുടെ വീട്ടിൽ നിന്ന് ഒഴിവാവുകയാണ്. അതിൽ പിശാചുകൾ താമസിക്കുകയാണ്. അതാ പിശാചുകൾ ആ വീടിന്റെ അകത്തേക്ക് കടന്നു വരികയാണ്. സർവ ഐശ്വര്യങ്ങളും കുറഞ്ഞു പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു, പരിശുദ്ധമായ ഖുർആൻ മേടിച്ചു വെക്കണം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഏത് വീടിന്റെ അകത്ത് പാരായണം ചെയ്യുന്നോ നിനക്ക് ഐശ്വര്യമുണ്ടാകും, നിനക്ക് സമാധാനമുണ്ടാകും, നിനക്ക് ബറക്കത്തുണ്ടാകും. നിന്റെ വീടിന്റെ അകത്ത് റഹ്മത്തിന്റെ മാലാഖമാര് കടന്നു വരും. പിശാചിനെ മലക്കുകൾ അടിച്ചിറക്കും. അള്ളാഹുവിന്റെ മലക്കുകളുടെ സംരക്ഷണം നിന്റെ കുടുംബത്തിനുണ്ടാകും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുർ റഹ്മാൻ, സൂറത്തുർ റഹ്മാൻ. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ. സൂറത്തുർ റഹ്മാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബി പറയുന്നുണ്ട്, നബിയേ, ഞാൻ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരുന്നപ്പോ എൻ്റെ വീടിന്റെ കുതിരകളൊക്കെ കിടന്ന് ചാടുന്ന നബിയെ. കുതിരകളൊക്കെ, ഞാൻ ഖുർആൻ നിർത്തി, അപ്പൊ കുതിരകളുടെ ചാട്ടം നിന്നു. പിന്നെയും ഒന്ന് ഓതാൻ തുടങ്ങി, കുതിരകൾ കിടന്ന് ചാടുന്നു. പിന്നെയും നിർത്തുന്നു, മിണ്ടാതിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ സ്വഹാബി പോയി പറഞ്ഞപ്പോ ചോദിച്ചു, നീ ഓതിയ സൂറത്ത് ഏതാ? സൂറത്തുർ റഹ്മാൻ ഓതിയതാ. മലക്കുകൾ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ചാടിയതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാ ചില മയ്യത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ മൃഗങ്ങൾ കടന്ന് ചാടുന്ന എന്താ? മലക്കുകളെ കണ്ടിട്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വീടിനകത്തേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ കടന്നു വരണമെങ്കിൽ, അള്ളാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ സംരക്ഷണം അള്ളാഹു നൽകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. النعمان بن بشير رضي الله تعالى عنه عن النبي صلى الله عليه وسلم قال إن الله كتب كتابا قبل أن يخلق السماوات والأرض ب1000 عام أنزل منه آيتين ختم بها سورة البقرة ولا يقرآن في دار 3 ليال فيقربها الشيطان. മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹു, സഹാബിയുടെ പേര് കണ്ടപ്പോഴാ മഹാനായ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു, എനിക്ക് അല്ലാഹു ഒരു മകനെ തന്നു, അവന്റെ പേര് നുഅ്മാൻ എന്നിടാൻ ആഗ്രഹിക്കണം. നുഅ്മാൻ, അല്ലാഹു സഹാബിയുടെ ബർക്കത്ത് കൊണ്ട് ഖൈറാക്കുമാറാകട്ടെ. അള്ളാഹു എനിക്കൊരു ആൺകുട്ടിയെ കൂടെ തന്നു, അൽഹംദുലില്ലാഹ്. അള്ളാഹു കണ്ണിന് കുളിർമയുള്ള സന്താനമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പെണ്ണിനെ കാത്തിരുന്ന് അൽഹംദുലില്ലാഹ്. എന്തായാലും അള്ളാഹു തരുന്നതല്ലേ. എന്ത് പേരായിടണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു. എന്താ എല്ലാവരും ചോദിച്ചു എന്ത് പേരിടാനാ? അപ്പോഴിങ്ങനെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരാണ് നുഅ്മാൻ. അബൂ ഹനീഫ തങ്ങളുടെ പേര്, സഹാബിയുടെ പേരാണ് നുഅ്മാൻ. എന്തായാലും അള്ളാഹു മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തുമാറാകട്ടെ.
അപ്പൊ നുഅ്മാൻ ഇബ്നു ബസീർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ നിന്ന് ശൈത്താൻ ഇറക്കാനുള്ള വഴിയാ. എന്റെ വയല് വെക്കണ താത്താമാരൊക്കെ കേട്ടോ, ശൈത്താനുണ്ടെന്ന് പറയുന്ന താത്താമാര് കേട്ടോ, വീട്ടിൽ നിന്ന് ശൈത്താൻ ഇറക്കാൻ പൈസ ഒന്നും വേണ്ട, ഇത് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അല്ലാഹു ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിക്കുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ്, ഈ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഗ്രന്ഥം അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കിതാബ് ഉണ്ടായിരുന്നു. ആ കിതാബിൽ നിന്ന് 2 വചനങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ട ആ 2000 വർഷങ്ങൾക്ക് മുമ്പ്, ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് 2000 കൊല്ലം മുമ്പ് അള്ളാഹുവിന്റെ അടുക്കലിരുന്ന കിതാബിൽ എഴുതിയിരുന്ന 2 വാചകങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്, പരിശുദ്ധമായ ഖുർആനിലുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ രണ്ട് ആയത്തുകൾ ഒരു വീട്ടിൽ പാരായണം ചെയ്യപ്പെട്ടാൽ, ആരെങ്കിലും ഇന്ന് നിങ്ങളുടെ വീടിന്റെ അകത്ത് പോയിട്ട് ഈ 2 ആയത്തുകൾ പാരായണം ചെയ്യപ്പെട്ടാൽ 3 രാവുകൾ ആ വീടിനോട് ശൈത്താൻ അടുക്കുക പോലുമില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ 2 ആയത്ത് നിങ്ങൾ ആരെങ്കിലും ഇന്ന് വീടിനകത്ത് പോയിരുന്നു ഓതിയാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി 3 ദിവസം ശൈത്താൻ ആ പരിസരത്ത് വരില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, ഉറക്കപ്പുറ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഏതാണ് 2 ആയത്ത്? ഏതാ മനുഷ്യന്മാരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സൂറത്തുൽ ബഖറ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ, സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ 2 ആയത്തുകൾ, എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ബഖറയിലുള്ള ആയത്തുകൾ. ഏതായത്തുകൾ? പോയിട്ട് നോക്കിയാൽ മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ശൈത്താനെ ഓടിക്കാൻ പൈസ ഇല്ലാതെ അടക്കോ? പൈസയും മുടക്കണ്ട, ഇത്തിരി കഷ്ടപ്പാടെങ്കിലും ഉണ്ടല്ലോ. സൂറത്തുൽ ബഖറയിലുള്ള 2 ആയത്തുകൾ